എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈയിൽ നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The educational philosophy which emphasize experiential learning as a key component of education. അതായത് എഡ്യൂക്കേഷൻ്റെ കീ കമ്പോണൻ്റ് ആയിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ മുമ്പോട്ട് വെച്ച അല്ലെങ്കിൽ ആ ആശയത്തെ മുമ്പോട്ട് വെച്ച എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിഹേവിയറിസം, ഹ്യൂമനിസം, പ്രോഗ്രസീവിസം, പെരിനിയലിസം എന്നിവയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, പ്രോഗ്രസീവ് ആണ്. JB വാട്സൺ മുമ്പോട്ട് വെച്ച ആശയമാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതായത് ഇവിടെ നമ്മുടെ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആണ്. അതായത് ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, നമ്മൾ അതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. അതായത് ബിഹേവിയറിസം ഫോക്കസ് ചെയ്യുന്നത് ഒവേർട്ട് അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനാണ്. അപ്പോൾ ആ ബിഹേവിയേഴ്സിൻ്റെ സ്റ്റഡിയാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഇത് കവേർട്ടായിട്ടുള്ളത്, അതായത് കാണാൻ കഴിയാത്തതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെരിനിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺസർവേറ്റീവ് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. ഐഡിയലിസത്തിലാണ് ഇതിൻ്റെ റൂട്ട്സ് പോകുന്നത്. പെരിനിയലിസം കൺവേ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്, അതായത് കുറച്ച് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഉണ്ട്, വാല്യൂസും എത്തിക്സും ഒക്കെ ഉണ്ട്, അതെപ്പോഴും എവർലാസ്റ്റിങ്ങും ആണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും അക്രോസ് ദ ഏജസ് ആൻഡ് സെഞ്ച്വറീസ് ഈ വാല്യൂസ് ഡിസിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേർഡ് ഓഫ് മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷനാണ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. ഹ്യൂമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സ്റ്റഡി മൊത്തം പോകുന്നത്. ജോൺ ഡുവേനെയാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്. ജോൺ ഡുവേ മുന്നോട്ട് വെച്ച ആശയമാണ് എക്സ്പീരിയൻസ് സ്കൂൾ എന്ന് പറയുന്നത്. ഇത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു ഐക്കണായിട്ടാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാണുന്നത്. ജോൺ ഡുവേയുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഒരു ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. അത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഡൂയിങ് ആണ്, അതായത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിനൊക്കെയാണ്, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഉള്ള പഠനങ്ങൾക്കാണ് ജോൺ ഡുവേയുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എംഫസൈസ് കൊടുക്കുന്നത്. കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈഫ് ഇറ്റ് സെൽഫാണ്. അതായത് നമ്മൾ പ്രിപ്പയറിങ് നോട്ട് ഫോർ എഡ്യൂക്കേഷൻ അല്ല, അല്ലെങ്കിൽ പ്രിപ്പയറിങ് നോട്ട് ഫോർ ലൈഫ് അല്ല, ലൈഫ് ഇറ്റ് സെൽഫ് തന്നെ, അതായത് ലൈഫിലൂടെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്ഫുള്ളാക്കുക, സൊസൈറ്റിയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നിവയുള്ള എല്ലാം പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ക്രിട്ടിക്കൽ പെഡഗോജി. ക്രിട്ടിക്കൽ പെഡഗോജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് എംഫസൈസ് സോഷ്യൽ ജസ്റ്റിസ്. The primary goal is to produce specific behavioral outcomes and skills. It employs dialogical methods. The primary role of learner is to respond with external cues. അതായത് ഇവിടെ ക്രിട്ടിക്കൽ പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസിനെ എംഫസൈസ് ചെയ്യുന്നു. അതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ബിഹേവിയറൽ ഔട്ട്കംസ് സ്കിൽസും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡയലോജിക്കൽ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്. ക്രിട്ടിക്കൽ പെഡഗോജിയുടെ പ്രൈമറി റോൾ ഓഫ് ലേണർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ക്യൂസിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഇത് സോഷ്യൽ ജസ്റ്റിസ് ആണ് എംഫസൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയലോജിക്കൽ മെത്തേഡാണ് ഇതിവിടെ എംപ്ലോയ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ഈ അപ്രോച്ച് മുമ്പോട്ട് വെച്ച് പൗലോ ഫ്രെയർ ആണ്. ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അവെയർനെസ് ലേണേഴ്സിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒപ്രഷനെയൊക്കെ ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിന് എതിരായിട്ട് ആക്ഷൻസ് ടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്റ്റുഡൻസിനെ
ഈ ഒരു ഡോമിനേഷൻസും അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ബിലീഫും പ്രാക്ടീസും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനും അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനായിട്ടൊക്കെ അവനെ ഇനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കരിക്കുലത്തിലുള്ള ഇന്നിക്വാളിറ്റീസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ സൊസൈറ്റിയിലായിട്ടും ഒത്തിരി തരത്തിലുള്ള ഒപ്രഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതും ഇക്വിറ്റബിൾ ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയലോഗ് മെത്തേഡാണ്. അതായത് ഇവിടെ ടീച്ചർ സംസാരിക്കുക ആ ഒരു മെത്തേഡല്ല, 1 വേ കമ്മ്യൂണിക്കേഷൻ അല്ല, 2 വേ കമ്മ്യൂണിക്കേഷനാണ് എംബസൈസ് ചെയ്യുന്നത്. Next question. The theory which emphasizes the role of education in maintaining social order and stability. അതായത് സോഷ്യൽ ഓർഡറും സ്റ്റെബിലിറ്റീസും ഒക്കെ എഡ്യൂക്കേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന തിയറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫങ്ഷണലിസം, റിയലിസം, കോൺഫ്ലിക്റ്റ് തിയറി, നൺ ഓഫ് ദിസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫങ്ഷണലിസം ആണ്. റിയലിസം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. അതായത് റിയലിസം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെ ട്രൂ നേച്ചറിൽ അതിനെ നോക്കിക്കാണുക, അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ അതിനെ നോക്കിക്കാണുകയും ഡീൽ ചെയ്യുകയും എന്നുള്ളതാണ്. റിയലിസത്തിൻ്റെ അകത്ത് നമ്മൾ റിയാലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ സെൻസസിലൂടെ കിട്ടുന്ന നോളജിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ട്രൂ ആയിട്ടുള്ളതും റിയൽ ആയിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയൽ വേൾഡിനാണ് റിയലിസം പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് റിയലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയലിസം എംബസൈസ് ചെയ്യുന്നത് ഫിസിക്കൽ ഒബ്ജക്റ്റിൻ്റെ വേൾഡിനാണ്. അതായത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്ന നോളജിനാണ് റിയലിസം പ്രാധാന്യം കൊടുക്കുന്നത്. കോൺഫ്ലിക്റ്റ് തിയറി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത കാൾ മാർക്സ് ആണ്. അതായത് കോമ്പറ്റീഷന് കൊണ്ട്, അതായത് ലിമിറ്റഡ് സോഴ്സസിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ലിമിറ്റഡ് സോഴ്സ് കൊണ്ടുണ്ടാകുന്ന കോമ്പറ്റീഷനാണ് സൊസൈറ്റിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നതെന്നാണ് കോൺഫ്ലിക്റ്റ് തിയറി പറയുന്നത്. കോൺഫ്ലിക്റ്റ് തിയറി മുമ്പോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡോമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഇലൈറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ കോൺഫ്ലിക്റ്റ് തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ പവറും പ്രോപ്പർട്ടിയുള്ള ആൾക്കാർ, അതായത് ബൂർഷ്വാസീസ് ആണ്, അവരാണ് മെയിനായിട്ടുള്ള ആൾക്കാർ. അവർ ബാക്കിയുള്ള, അതായത് പവർലെസ് ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഒപ്രസ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലിമിറ്റഡ് സോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് കോൺഫ്ലിക്റ്റ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. കോൺഫ്ലിക്റ്റ് തിയറി സൊസൈറ്റീനെ കാണുന്നത് ഡിവൈഡഡ് ആയിട്ടാണ്. അതായത് ഈ വർക്കിംഗ് ക്ലാസ് റൂളിംഗ് ക്ലാസ് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ആയിട്ടാണ് കോൺഫ്ലിക്റ്റ് തിയറി കാണുന്നത്. ഫങ്ഷണലിസം എംബസൈസ് ചെയ്യുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം കണക്കാണ്. അതായത് ഇൻ്റർറിലേറ്റഡ് പാർട്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമായിട്ടാണ് ഫങ്ഷണലിസത്തെ കാണുന്നത്. ഇതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട് അത് സർവൈവ് ചെയ്യാനുള്ളത്. സൊസൈറ്റിയുടെ ഫങ്ഷൻ എന്ന് പറയണത് സൊസൈറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഇൻ്റർറിലേറ്റഡ് പാർട്സ് ആയിട്ടാണ് ഈ ഒരു സൊസൈറ്റി മേഡപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഓരോ പാർട്ടിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മെയിൻ്റനൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഫങ്ഷണലിസം സ്റ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓർഡറും സ്റ്റെബിലിറ്റിയും എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതുവഴിയാണ് നമുക്കൊരു വാല്യൂ കോൺസെൻസ് ഉണ്ടാകുന്നത്. എഡ്യൂക്കേഷൻ വഴിയാണ് സൊസൈറ്റിയുടെ വേരിയസ് ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നത്. സൊസൈറ്റിയുടെ മറ്റ് ഫങ്ഷൻസായിട്ട് ഫങ്ഷണലിസം കാണുന്ന സോഷ്യൽ ഇൻ്റഗ്രേഷൻ, സോഷ്യൽ പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ കൾച്ചറൽ ഇന്നോവേഷൻസ് എന്നിവയാണ്. പാഴ്സൺ, എമിലി ഡർക്കിൻ, ഹെർബർട്ട് സ്പെൻസർ എന്നിവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷണലിസത്തിൻ്റെ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ചൈൽഡ്ഹുഡ് രാമു ബിലോങ് ടു എ ഫിനാൻഷ്യലി പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ് ഫാമിലി. ഹി സ്റ്റഡിഡ് വെൽ ആൻഡ് ജോയിൻഡ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നൗ രാമു ഈസ് ഇൻ എ ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ലെവൽ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് മൊബിലിറ്റി. അതായത് ചൈൽഡ്ഹുഡിൽ രാമു ഫിനാൻഷ്യലി ഭയങ്കര പുവർ ആയിരുന്നു, അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഫാമിലിയുമായിരുന്നു. പക്ഷേങ്കിൽ രാമു നന്നായിട്ട് പഠിച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പം രാമുവിന് നല്ലൊരു
ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ലെവലുണ്ട്. അപ്പോൾ ഇത് ഏത് തരം മൊബിലിറ്റിക്ക് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രക്ചറലോ, ഹൊറിസോണ്ടലോ, വെർട്ടിക്കലോ, ഇൻ്റർ ജനറേഷനിലോ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വെർട്ടിക്കൽ മൊബിലിറ്റിയാണ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലോട്ടുള്ള മൂവ്മെൻറ്റിനാണ്. അതായത് അത് ഇൻഡിവിജ്വലിൻ്റെ ആയിക്കോട്ടെ, ഫാമിലിയിലെ ആയിക്കോട്ടെ, ഗ്രൂപ്പിലെ ആയിക്കോട്ടെ, ഈ ഒരു മൂവ്മെൻറ്റിനാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയണത്. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സോഷ്യൽ മൊബിലിറ്റിയാണുള്ളത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ട്രാൻസിഷൻ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പിലോട്ടുള്ളൊരു ട്രാൻസിഷനാണ്. അത് സെയിം ലെവലിലുള്ളതായിരിക്കും. അതായത് സോഷ്യൽ ഹൈറാർക്കിയിൽ ഒരു സെയിം ലെവലിലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു ഗ്രൂപ്പിലോട്ടുള്ള ട്രാൻസിഷനാണ് ഈ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയണത്. അതായത് സെയിം സ്റ്റേറ്റസിലുള്ള മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ടീച്ചർ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം വേറൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റത്തിൽ നിന്ന് മറ്റൊരു സോഷ്യൽ സ്ട്രാറ്റത്തിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇതിന് അപ്വേർഡും ഉണ്ട്, ഡൗൺവേർഡും ഉണ്ട്. അതായത് അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഒരു ക്ലർക്ക് ഒരു കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് സെലക്ഷനിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു റവന്യൂ ഓഫീസറൊക്കെ ആവുന്നതാണ് അപ്വേർഡ് ആയിട്ടുള്ളത്. ഡൗൺവേർഡ് എന്ന് പറയുന്നത് ഒരു അപ്പർ കാസ്റ്റിലുള്ള ഒരാൾ ഒരു ലോവർ ക്ലാസ്സിലുള്ള ഒരു പുവർ ഫാമിലീനെ കല്യാണം കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്, ഡൗൺവേർഡ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സോഷ്യൽ സ്ട്രാറ്റത്തിൽ നിന്ന് വേറൊരു സോഷ്യൽ സ്ട്രാറ്റ, അത് കൂടുതലായിരിക്കാം കുറവായിരിക്കാം, മൂവ്മെൻ്റാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്ന വേറൊരു മൊബിലിറ്റിയാണ് ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ്റർ ജനറേഷനിലും ഉണ്ട്, ഇൻട്രാ ജനറേഷനും ഉണ്ട്. ഇൻ്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അക്രോസ് ജനറേഷൻസ് ആണ്. ഇൻ്റർ ജനറേഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത് പേരൻസിൽ നിന്ന് കുട്ടിയിലോട്ട് വരുമ്പോൾ ആ ഒരു മൊബിലിറ്റിയാണ്. അതായത് ജനറേഷനിലോട്ട് വരുന്ന മൊബിലിറ്റി, അതായത് ഡിഫറെൻറ്റ് ജനറേഷനിലെ ആ ഒരു ഒക്കുപ്പേഷൻ സ്റ്റേറ്റസ് ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഒരു അൺസ്കിൽഡ് വർക്കറിൻ്റെ ഒരു മകൻ ഒരു സ്കൂൾ ടീച്ചറാകുന്നു, അതിനുശേഷം അതിൻ്റെ ഗ്രാൻഡ് സൺ ഒരു ഡോക്ടറാകുന്നു. അതാണ് ഇൻ്റർ ജനറേഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത്, ഇൻ്റർ ജനറേഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻട്രാ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വിതിൻ ജനറേഷനാണ്. ഇൻട്രാ ജനറേഷനിൽ ഒരു സിംഗിൾ ലൈഫ് ടൈമിൽ തന്നെ വരുന്ന സോഷ്യൽ സ്റ്റേറ്റസിലുള്ള ചേഞ്ചിനാണ് നമ്മൾ ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ജീവിതത്തിൽ തരുന്ന മാറ്റം, അതായത് ഒരാൾ ഒരു പ്രൈമറി ടീച്ചറായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് മാറുന്നു. അതാണ് ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി. അതായത് ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇൻട്രാ ജനറേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തി, അയാളുടെ മകൻ, കൊച്ചുമകൻ, അങ്ങനെ വരുന്ന ജനറേഷൻ ചേഞ്ചാണ് ഇൻട്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഈസ്, അതായത് വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർബൽ പെർഫോമൻസ് ടെസ്റ്റ്, വെർബൽ ടെസ്റ്റ് ഓൺലി, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓൺലി, നോൺ വെർബൽ പെർഫോമൻസ് ടെസ്റ്റ്. വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വെർബലുണ്ട്, പെർഫോമൻസ് ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ എയും ഡിയും കറക്റ്റാണെന്ന് പറയാനായിട്ട് പറ്റും. ഈ വെസ്ലർ ടെസ്റ്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻസിനും അഡൽട്ട്സിനും ഉണ്ട്. ഇതൊരു ഇൻഡിവിജ്വൽ ടെസ്റ്റാണ്. ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇൻ്റലിജൻ ക്വോഷ്യൻ സ്കോർ നമുക്ക് തരുവാണ് ചെയ്യുന്നത്. ഇത് 1939 പബ്ലിഷ് ചെയ്തത്. ഇത് ഡെവലപ്പ് ചെയ്യുകയും സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും ചെയ്ത ഡേവിഡ് വെസ്ലർ ആണ്. അതുകൊണ്ടാണ് ഇതിന് വെസ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ എന്ന പേര് വന്നത്. ഈ ടെസ്റ്റിൻ്റെ അകത്ത് 11 സബ് ടെസ്റ്റുകളാണ് ഉള്ളത്. അതിന് നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചേക്കുവാണ്, വെർബൽ സ്കെയിലെന്നും പെർഫോമൻസ് സ്കെയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഡി ഡാഡ് എയിംസ് ടു അഡ്രസ് ദ ഗ്രോയിങ് ഇഷ്യൂസ് ഓഫ്, അതായത് ഡി ഡാഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രഗ് അഡിക്ഷൻ, പേരൻ്റൽ അഗ്രഷൻ, ഡൊമസ്റ്റിക് വയലൻസ്, ഡിജിറ്റൽ അഡിക്ഷൻ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, ഡിജിറ്റൽ അഡിക്ഷൻ ആണ്. ഡി ഡാഡ് എയിംസ് ടു അഡ്രസ് ദ ഗ്രോയിങ് ഇഷ്യൂസ് ഓഫ് ഡിജിറ്റൽ അഡിക്ഷൻ. കേരള പോലീസിൻ്റെ ഡി ഡാഡ് മീൻസ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ എന്നുള്ളതാണ്. ഇത് കേരളത്തിലൊരു ഇനീഷ്യേറ്റീവാണ്. അതായത്
സ്ക്രീനിങ് അഡിക്ഷൻ കുട്ടികളിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികളുടെ ഡിജിറ്റൽ ഡിപ്പെൻഡൻസി ടാക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ സേഫായിട്ടുള്ള ഇൻ്റർനെറ്റ് യൂസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ഓൺലൈൻ ത്രെഡ്സുകളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഡിജിറ്റൽ ഹാബിറ്റ്സ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുകയും എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് അക്കൾച്ചറേഷൻ. അതായത് അക്കൾച്ചറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഡിക്രീസ് അക്കാഡമിക് പെർഫോമൻസ്. ഇറ്റ് മീൻസ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ ദാറ്റ് ഒക്കേഴ്സ് ത്രൂ റെസിപ്രോക്കൽ കൾച്ചറൽ കോണ്ടാക്ട്സ്. ഇറ്റ് ഹിൻഡേഴ്സ് ലാംഗ്വേജ് അക്വിസിഷൻ. ഇറ്റ് ഫോസ്റ്റേഴ്സ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അക്കൾച്ചറേഷൻ അക്കാഡമിക് പെർഫോമൻസ് ഡിക്രീസ് ചെയ്യുന്നു. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഒരു കൾച്ചറൽ ചേഞ്ചിൻ്റെ പ്രോസസ്സാണ്. അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ്റെ അതൊരു റെസിപ്രോക്കൽ കൾച്ചറൽ കോണ്ടാക്ട്സ് ഉണ്ടാകുന്നത് വഴി ഉണ്ടാകുന്നതാണ്. ഇത് ലാംഗ്വേജ് അക്വിസിഷനെ ഹിൻഡർ ചെയ്യുന്നു. ഇത് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടുന്നു എന്നിങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് 3ഉം 5ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ ദാറ്റ് ഒക്കേഴ്സ് ത്രൂ റെസിപ്രോക്കൽ കൾച്ചറൽ കോണ്ടാക്ട്സ് ആൻഡ് ഇറ്റ് ഫോസ്റ്റേഴ്സ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഗ്രൂപ്പിൻ്റെ കൾച്ചറും ബിലീഫ്സും ബിഹേവിയേഴ്സും ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേറൊരു ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ ട്രെയ്റ്റ്സും കൾച്ചറൽ പാറ്റേൺസും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം വേറൊരു കൾച്ചറിലാണ് ഇപ്പം ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ കാനഡയിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടേത് മോഡിഫൈ ചെയ്തിട്ട് അവരുടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി ഗ്രൂപ്പ് ഡോമിനൻ്റ് ഗ്രൂപ്പിൻ്റെ കൾച്ചേഴ്സ്, അതായത് അവരുടെ രീതികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ ഓർത്തിരിക്കാനായിട്ട്. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യരുടെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അക്കൾച്ചറേഷനും എൻകൾച്ചറേഷനും ഉണ്ട്. അത് തമ്മിൽ നമുക്ക് എപ്പോഴും മാറിപ്പോകാറുണ്ട്. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൾച്ചറിൻ്റെ ബിലീഫ്സും ട്രഡീഷൻസും നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എൻകൾച്ചറേഷൻ. എൻ്റെ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നു. അക്കൾച്ചറേഷൻ മീൻസ് അന്യരുടെ, അതായത് നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞതാണ് മാറിപ്പോകാണ്ടിരിക്കാനായിട്ട്. അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു ഗ്രൂപ്പിൻ്റെ ബിലീഫ്സും പാറ്റേൺസും എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ഫോസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതെന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ലേണർ സെൻറ്റേഡ്, ഇറ്റ് ഈസ് ടീച്ചർ ഡയറക്റ്റഡ്, ഇറ്റ് ഫോക്കസസ് ഔട്ട്കംസ് ഓൺലി, ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഇറ്റ് ഇൻക്രീസ് സ്റ്റുഡൻസ് ആൻസൈറ്റി. അതായത് ഒരു ലേണർ സെൻറ്റേഡ് ആണ്, ടീച്ചർ ഡയറക്റ്റഡ് ആണ്, ഔട്ട്കംസിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ടീച്ചർ കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികളിൽ സ്റ്റുഡൻറ്റ് ആൻസൈറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. അതായത് ഇറ്റ് ഈസ് എ ലേണർ സെൻറ്റേഡ്, ടീച്ചർ ഡയറക്റ്റഡ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന ഇവാലുവേഷനാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ചെറിയ ചെറിയ യൂണിറ്റ് എക്സാമുകൾ, ഇതെല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷന് കീഴിലാണ് വരുന്നത്. അതായത് കുട്ടികൾക്ക് അത് ലേണർ സെൻറ്റേഡ് ആണ്, പക്ഷേ അത് ഡയറക്റ്റ് ചെയ്യുന്നത് ടീച്ചറാണ്. അതായത് കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് അറിയാമെങ്കിൽ അത് പറയുന്നു, അറിയില്ലെങ്കിൽ അവർ പറയുന്നില്ല. അതിനുശേഷം ടീച്ചർ ആൻസർ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിയുമ്പോൾ ടീച്ചർ കുട്ടികളെ അടുത്ത് വിളിച്ചിട്ട്
കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നത് തെറ്റിപ്പോയി, അത് ഇന്ന കാരണം കൊണ്ടാണ് തെറ്റിപ്പോയത്, അപ്പോൾ നീ അത് കുറച്ചും കൂടെ ഈ ഒരു ഏരിയ നീ ഡീപ്പായിട്ട് പഠിക്കണം, ഇങ്ങനെയുള്ള ബുക്കുകൾ റെഫർ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ടീച്ചർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇവാലുവേഷനാണ് നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷന് കൂടെ വരുന്ന മറ്റൊരു ഇവാലുവേഷൻ എന്നാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. സം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ. നമ്മൾ എപ്പോഴാണ് ടോട്ടൽ കണക്കാക്കുന്നത്? ഏറ്റവും ലാസ്റ്റാണ്. സോ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നടക്കുന്ന എക്സാം, അതായത് നമ്മുടെ സെമസ്റ്റർ എക്സാം, ആനുവൽ എക്സാം, ഇതെല്ലാമാണ് സമ്മേറ്റീവ് ഇവാലുവേഷന് കീഴിൽ വരുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രസ് വിലയിരുത്തുക, അതായത് നമ്മുടെ ഒരു അക്കാഡമിക് പെർഫോമൻസിന് ഓവറോൾ നമ്മൾ ഗ്രേഡ് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിലോട്ടുള്ള നമ്മുടെ പ്രൊമോഷൻ, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ബേസിൽ നമ്മൾ റാങ്ക് ചെയ്തിട്ട് അതിനുള്ള പ്രൈസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതെല്ലാം സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടെക്നിക് യൂസ്ഡ് ബൈ ടീച്ചർ ഫോർ ഡീലിംഗ് വിത്ത് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. അതായത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളൊരു കുട്ടിക്ക് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്കോതെറാപ്പി, ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഹൈപ്നോസിസ്. ഇവിടെ ആൻസർ വരുന്നതാണ് ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷനാണ്. അതായത് ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടീനെ നമുക്ക് അവൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൊഗ്നിറ്റീവ് ബിഹേവിയറിലും അതുപോലെ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷേ ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷനാണ് ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ളൊരു കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷനാണ്. ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചിങ് ഫിലോസഫിയാണ്. അതായത് ഇവിടെ ടീച്ചർ കുട്ടിയുടെ നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ, പ്രോസസ്സ്, പ്രോഡക്റ്റ് എന്നിവയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുട്ടിയുടെ റെഡിനെസ്സും ഇൻട്രസ്റ്റും ലേണിംഗ് സ്റ്റൈൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവന് പറ്റിയൊരു വിദ്യാഭ്യാസ രീതി നമ്മളവിടെ ചിട്ടപ്പെടുത്തി എടുത്തുമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ലേണിംഗ് ഗോൾസ് എപ്പോഴും ഒരു കറക്റ്റായിട്ടുള്ള രീതി തന്നെയായിരിക്കും പോകുന്നത്. അതായത് ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അവൻ്റെ ആ ഒരു എബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ, അതായത് സാധായിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവനവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Last question, the term developmental counseling in an educational scenario means counseling which focuses on. അതായത് എഡ്യൂക്കേഷണൽ സിനാരിയോയിലെ ഡെവലപ്മെൻറ്റൽ കൗൺസിലിംഗ് എന്നതുകൊണ്ട് എന്താണ് എംഫസൈസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ലോവർ പ്രൈമറി സ്റ്റുഡൻസ് ഓൺലി, ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഓൺലി, ഇമോഷണൽ ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റുഡൻസ്. അതായത് എഡ്യൂക്കേഷണൽ സിനാരിയോയിലെ കൗൺസിലിംഗ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ കൗൺസിലിംഗ് എന്ന ടേം എഡ്യൂക്കേഷണൽ സിനാരിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. അതായത് ഒരു കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ളതും സോഷ്യൽ പ്രോഗ്രസ്സിനും അത് എംഫസൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലെ ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ളതും പേഴ്സണൽ ആയിട്ടുള്ളതും സോഷ്യൽ ഗ്രോത്തും ഒക്കെ ആയിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ ഈ ഒരു മേഖലകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ നീഡ്സ് ഇവോൾവ് ചെയ്യുക, സ്കിൽസ് ഇവോൾവ് ചെയ്യുക, ചലഞ്ചസുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരുടെ ഒരു സെൽഫ് സഫിഷ്യൻസിയിലോട്ട് കൊണ്ടുപോകുക, അങ്ങനെ ഒരു ഒപ്റ്റിമൽ ഗ്രോത്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും സ്കിൽ ബിൽഡിങ്ങിലൂടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് കുട്ടികളിലുണ്ടാകുന്ന സ്പെസിഫിക് ഇഷ്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആൻസൈറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടീനെ ആ ഒരു സ്കൂൾ എൻവയോൺമെൻറ്റുമായിട്ട് കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ആക്കുക, അവൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള സോഷ്യൽ പ്രോഗ്രസ്സുകളൊക്കെ അതിനെയൊക്കെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ നേരിടുന്ന അക്കാഡമിക് ലെവലിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാത്തിനും, അതായത് അവൻ്റെ ചലഞ്ചസുകളെല്ലാം മനസ്സിലാക്കിയിട്ട് അവന് പോസിബിൾ സൊല്യൂഷൻസ് കൊടുക്കുക. ആ സൊല്യൂഷനിലൂടെ അങ്ങനെ കൊടുത്ത അവൻ്റെ ആ ഒരു ഒപ്റ്റിമം ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അവനെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ എഡ്യൂക്കേഷണൽ സിനാരിയോയിലെ ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്